ഹലോ ഗൈസ്, ഇത് തൃപ്പര പഞ്ചായത്തിൽ ഒരു റോഡിൻ്റെ അവസ്ഥയാണ്. കുറേ ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റോഡ് പണി കഴിഞ്ഞിട്ട് ഇതൊരു ചെറിയൊരു പാലമാണ്. ഈ പാലം പണി കഴിഞ്ഞിട്ട് കുറേ ദിവസമായി. ഇത്രയും ദിവസമായിട്ട് ഇത് കിടക്കണ ചല്ലി മാറ്റാൻ കോൺട്രാക്റ്റ് എടുത്ത ആളിനോ അല്ലെങ്കിൽ തൃപ്പര പഞ്ചായത്തിനോ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. തൊട്ടപ്പുറത്ത് സ്കൂളുണ്ട്, മാർത്തോമ സ്കൂളിൻ്റെ തൊട്ടടുത്തുള്ള റോഡാണിത്. തൊട്ടപ്പുറത്ത് സ്കൂളിരിക്കുകയാണ്. ഡെയിലി എത്രയോ വണ്ടി ക്രോസ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ വരുമ്പോഴത്തേക്ക് ഒരു ബൈക്ക് ലെഫ്റ്റ് സൈഡ് ഫുള്ള് ചല്ലി ആയതുകൊണ്ട് റോങ് സൈഡ് കയറി വന്ന് എൻ്റെ വണ്ടിയിൽ ഇടിക്കാനുള്ളതാണ്. അപ്പോൾ ഇത് എത്രയും ഡേഞ്ചർ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ കൊണ്ടുവച്ചിരിക്കുന്നത്. ഇത് ശ്രദ്ധിക്കാൻ പഞ്ചായത്തിൽ ആളില്ല, അധികാരികൾ ആരുമില്ല പഞ്ചായത്തിന് ഇതിനെ ശ്രദ്ധിച്ച് ക്ലിയർ ചെയ്യാൻ വേണ്ടി. നമ്മുടെ നാട്ടിൻ്റെ ഒരു അവസ്ഥ. ഏകദേശം ഇത് ഇവിടെ കിടക്കാൻ തുടങ്ങിയിട്ട് ഒരു 10-12 ഞാൻ കാണാൻ തുടങ്ങിയിട്ട് 10-12 ദിവസമായി. 10-12 ദിവസം കൊണ്ട് ഇവിടെ ഇട്ട് വെച്ചിരിക്കുന്ന സാധനമാണ് ഈ റോഡിൽ. മാർത്തോമ സ്കൂളിൻ്റെ അടുത്ത് ഒരു സ്കൂള്, തൊട്ടടുത്തൊരു സ്കൂളിരിക്കുന്നത്. ആ സ്കൂളിൻ്റെ അടുത്ത് എത്രയോ പേരൻസ് വണ്ടിയിൽ പിള്ളേരെ കൊണ്ടുവരുന്നത് സ്കിറ്റായി വീണാൽ ഇത്രയും മതി. ബട്ട് അതിൽ നട റോട്ടിൽ കൂട്ടിയിട്ട് മണ്ടത്തനത്തിൻ്റെ എക്സ്ട്രീം ലെവലാണിത്. മണ്ടത്തനത്തിൻ്റെ എക്സ്ട്രീം ലെവലിൽ ഉള്ള ഒരു സംഭവമാണ്. അതായത് ഒരു ഇൻ്റർലോക്ക് റോഡ് ഇത് പണി കഴിയാൻ തന്നെ ഒരുപാട് ദിവസമായി. പണി കഴിഞ്ഞതിന് ശേഷം ഇത് റോട്ടിൽ കൊണ്ട് കൂട്ടി വെച്ചിരിക്കുന്ന ചല്ലിയാണ്. ഇതിലേതിലേ കൂടെ വണ്ടി പോകും എന്നുള്ളതൊന്നും അറിഞ്ഞൂടാതെ ഒരു 2 വീലറിൽ പോണവർ ജസ്റ്റ് ഇതിലൊന്ന് കയറി കഴിഞ്ഞാൽ സ്കിറ്റായി അപ്പോഴത്തെ തറയിൽ കിടക്കും. അപ്പോൾ ഇത്രയ്ക്കും ഒരു മണ്ടത്തനത്തിൻ്റെ എക്സ്ട്രീം ലെവലിൽ നമ്മളെ തൃപ്പര പഞ്ചായത്തിൽ റോഡ് പണി ചെയ്തവർ അതിൻ്റെ ചല്ലി അവിടെ നിന്ന് വാരി മാറ്റാതെ നടു റോട്ടിൽ കൂട്ടിയിട്ടിട്ട് പോയിരിക്കുന്നു.